മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു തോരൻ വെക്കാം. അധികം ആരും വെച്ചിട്ടില്ലാത്തൊരു തോരന് നമുക്ക് വെക്കാം. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലിൽ നിന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ആദ്യം അത് നമുക്ക് തോരൻ വെക്കാൻ ഉപയോഗിക്കുന്ന സാധനം കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഇത് അറിയുമെന്ന് തോന്നില്ല. ഈ സാധനം പഴയ ആൾക്കാർ തോരൻ വെക്കും, ആദിവാസികൾ പ്രത്യേകിച്ചും തോരൻ വെക്കുന്ന സാധനമാണിത്. ആദ്യം ഒരു പാൻ അടുപ്പ് വെക്കുക, ഇതിലേക്ക് എണ്ണ വെക്കുക, ഇതിലേക്ക് ഇച്ചിരി അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എന്താ സാധനമെന്ന്. അറിയാവുന്നവരുണ്ടെങ്കിൽ പറയുക, അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, എന്നാലല്ലേ എന്താണെന്ന് അറിയാൻ പറ്റൂ. നല്ല സൂപ്പർ ഒരു തോരൻ. ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല വിറ്റാമിൻ്റെ കലവറയായ ഇലയാണ്. ഏത് അസുഖക്കാർക്കും കൂട്ടാൻ പറ്റുന്ന ഇല. കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇലയായതുകൊണ്ട് കുറച്ച് ഉപ്പ് ഒഴിച്ചാൽ മതി. കൂടുതൽ ഉപ്പായാൽ കുറഞ്ഞു പോയാൽ പിന്നെ ചേർക്കാം, കൂടിപ്പോയാൽ ഇത് നിർത്തിയില്ല, സാധനത്തിൻ്റെ രുചി അങ്ങ് പോകും. എന്നിട്ട് നമുക്ക് ആ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. എൻ്റെ 40 വയസ്സിന് മുകളിലുള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം, ഫ്രണ്ട്സിനൊക്കെ അറിയാം ഈ സാധനം എന്താണ്. ഇപ്പോഴുള്ള തലമുറയ്ക്ക് അറിയുമെന്ന് തോന്നുന്നില്ല. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കണ്ടോ,
ഇത് രണ്ട് സൈസുണ്ട്, ചെറുതും വലുതും ഉണ്ട്. ഇതിൽ ചെറുതാണിത്, വലിയ സൈസ് വേറെ ഉണ്ട്. ഇതാണ് ചെറുകടലാടി എന്ന് പറയുന്ന സാധനം. തോരൻ റെഡിയായി. തോരൻ ചെറുകടലാടി തോരൻ വെച്ചത്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആരെങ്കിലും കൂടുന്നുണ്ടോ? നല്ല സൂപ്പർ തോരൻ. എന്ത് രുചിയാ! നമ്മൾ മുരിങ്ങയിലൊക്കെ തോരൻ വെക്കുന്നോണം. ഒരു മരുന്നാണ്. ചെറുകടലാടി തോരൻ വെച്ചത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശ്വസമ്മ കിച്ചൺ ചെറുകടലാടി തോരൻ വെച്ചത്.